ഹലോ ഗായ്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ അടുത്ത ഇൻ്റർനാഷണൽ ട്രിപ്പ് പിടിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് കൊച്ചി എയർപോർട്ടിലാണ്. ട്രിപ്പ് എങ്ങടാന്ന് അറിയണ്ടേ? വെയിറ്റ്. ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് സാഹചര്യങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ മുംബൈ നഗരങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങോട്ടുള്ളത് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. കസ എയർലൈൻസിൻ്റെ കൊച്ചിയിൽ നിന്ന് മുംബൈയിൽ നിന്ന് അബുദാബി അങ്ങനെയായിരുന്നു. അപ്പം കൊച്ചിയിൽ നിന്ന് എടുത്ത ഫ്ലൈറ്റ് 3 മണിക്കൂർ ഡിലേ ആയതുകൊണ്ട് മുംബൈയിൽ നിന്ന് എടുക്കുന്ന ഫ്ലൈറ്റും അതിനനുസരിച്ച് ഡിലേ ആക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവർ നല്ല കറക്റ്റ് ടൈമിൽ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് നമുക്ക് മിസ്സായി ഗൈസ്. അതുകൊണ്ട് കാസ എയർലൈൻസ് നമുക്കിന്ന് ഫ്രീ സ്റ്റേ, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുംബൈയിൽ. അപ്പോൾ ഞാനിപ്പോൾ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിലേക്ക്. भैया यहाँ शाहरुख खान का घर किधर है? शाहरुख खान का घर तो लंबा है यहाँ से, बहुत दूर है. मन्नत है ना? मन्नत. हाँ, वो बांद्रा में है. ഓ, ബാന്ദ്രയിലാണ് ഷാറുഖ് ഖാന്റെ വീട്. അടുത്താണെങ്കിൽ ഒന്ന് പോയാൽ 12 കിലോമീറ്റർ. ഓ, 12 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ ഹോട്ടലിലേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ വിഷമമൊന്നുമില്ല. കാരണം ഞാൻ അബുദാബി പോയിട്ട് ടൂർ പാക്കേജ് ഒന്നും എടുത്തിട്ടില്ല. ഇന്നത് ചെയ്യണം ഇന്ന ദിവസം ഇത്, അങ്ങനെ ഒരു പ്ലാനും എനിക്കില്ലായിരുന്നു. ജസ്റ്റ് പോവാ, സ്റ്റേ ചെയ്യുക, പിന്നെ അവിടെ എന്തെങ്കിലും പ്ലാൻ വരികയാണെങ്കിൽ പോവാ, അത്രേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. എന്തായാലും ഹോസ്റ്റലാണ് ഞാൻ അബുദാബിയിൽ ബുക്ക് ചെയ്തേക്കണം. അതിപ്പോൾ എനിക്ക് നാളെ കയറിയാൽ മതി. അവർക്ക് ഞാൻ മെസ്സേജ് ചെയ്തപ്പോൾ നാളെ കയറിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിന്ന് മുംബൈയിൽ നിൽക്കട്ടെ. ഓരോരോ സാഹചര്യങ്ങളെ. പക്ഷെ അക്കാസ് എയർലൈൻസിന്റെ ഗ്രൗണ്ട് സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അവര് വെള്ളം കൊണ്ടുവന്നിരുന്നു, സ്നാക്സ് കൊണ്ടുവന്നിരുന്നു, ഇതെല്ലാം അറേഞ്ച് ചെയ്ത്. കുറച്ച് ബാഗ് കിട്ടാനൊക്കെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഐ ആം എൻജോയിങ് ഇറ്റ്. देखा है कभी शाहरुख खान को आपने? नहीं, हम लोग नहीं देखा. हम लोग क्या जाएंगे देखने? रोज तो फोटो वीडियो देखते हैं. ओके. घर है, लोग सब घर है. यहाँ बच्चन के घर के पास शनिवार के एकदम ओह. फुल पैक रहते हैं, पूरा रोड जाम हो जाता है. ये तो इधर ही है, नजदीक में ही है. अमिताभ बच्चन के घर. हाँ, नजदीक में. यहाँ हम छोड़ेंगे. की डीलिंग है अमिताभ बच्चन. जहाँ होटल पे जाएंगे ना, हाँ. वहाँ से 2 किलोमीटर की 3 किलोमीटर. ഞാൻ നിൽക്കാൻ പോകുന്ന ഹോട്ടലിന്റെ 3 കിലോമീറ്റർ അടുത്ത് അമിതാഭ് ബച്ചന്റെ വീടിന്ന്. ഐശ്വര്യ ഇപ്പൊ അവിടെ ഇല്ലല്ലോ. वहाँ मेला देखना है तो शनिवार और संडे. ओ, शनिवार और संडे को वहाँ पूरा लोग है, पूरा लोग उनके घर के आगे बच्चन को देखने के लिए. भरे रहते हैं. और वो बाहर आते हैं क्या बच्चन हाँ, सब? आते हैं. पब्लिक ज्यादा हो जाता है ना, हाँ. वो देखता है रोड जाम हो जाता है ना पूरा. आपने बच्चन साहब को देखा है क्या? नहीं. ഇതാ എൻ്റെ റൂം. മിനി ഫ്രിഡ്ജ്. ഞാൻ ഇത് എന്ത് ചെയ്യാനാണാവോ? ഇവിടെ നിന്ന് എന്താ കാണാ? മുംബൈയിൽ വന്ന് താമസിക്കുക. എനിക്ക് ഓർത്തിട്ട് തന്നെ ചിരി വരും. വാഷ്റൂം കൊള്ളാം. ഇതിനൊരു ഭാഗ്യമൊക്കെ വേണം അല്ലേ? ഇനി അബുദാബിയില് പോകുന്നുണ്ടെങ്കിൽ അബുദാബിയിലെ വ്ളോഗ് ബാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മുംബൈ ഒക്കെ കണ്ട് ഇങ്ങനെ ലൈഫ് നമ്മൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകണല്ലേ. ആക്ച്വലി കൊച്ചിയിൽ ആ ഫ്ലൈറ്റ് ഡിലേ ആയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രോജക്റ്റിൽ നിന്ന് കുറച്ച് കോൾ വന്നായിരുന്നു. അപ്പോൾ ഞാൻ അതാണെങ്കിൽ അവർ 1 അവറിൽ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് അയക്കാനായിട്ട് വന്നു. അപ്പോൾ അത് ഞാൻ ഫ്ലൈറ്റിലിരിക്കുന്ന ടൈമിലായിരുന്നെങ്കിൽ നടക്കൂലായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് ഫ്ലൈറ്റ് ഡിലേ ആയത് നന്നായി. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അയക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഡിലേ ആയി അടുത്തത് മിസ്സായപ്പോൾ പിന്നെയും വിഷമമായി. പക്ഷെ ഞാൻ ഓർത്ത് ഞാൻ ഇതുവരെ മുംബൈ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഫ്രീ ആയിട്ട് മുംബൈയിൽ നിൽക്കാം, ഫുഡ് കഴിക്കാം. ഞാനാണെങ്കിൽ അബുദാബിയിൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. അതായത് ടൂർ പാക്കേജ് ഒക്കെ എടുത്താൽ അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ
അബുദാബിയിലൊരു ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറേ ശ്രമിച്ചു. അത് നടന്നില്ല. അതാണെങ്കിൽ ഞാൻ നാളേക്കാണ് ബുക്ക് ചെയ്യാൻ വെച്ചത്. അത് ബുക്കായില്ല. 2 പ്രാവശ്യം ശ്രമിച്ചു, 2 പ്രാവശ്യം ബുക്കായില്ല. ആ ബുക്കാവാൻ നന്നായി. കാരണം ഇപ്പോൾ അത് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും നാളെ അതിന് പോകാൻ പറ്റില്ലായിരുന്നു. വെറുതെ 4000 സംതിങ് രൂപ പോയേന്. അപ്പോൾ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. അങ്ങനെ അങ്ങ് പോട്ടെ, എന്തായാലും ഇറങ്ങി. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് പോട്ടെ. ഡിന്നർ ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യണേ, കാൾ റെസിഡൻസി. ഇതാണ് എൻ്റെ ഹോട്ടലിൻ്റെ ഏരിയ. സമയം 10:52 രാത്രി. അപ്പം ഞാനൊന്ന് നടക്കാനിറങ്ങിയതാണ്. റോഡിലൊന്നും അധികം ആൾക്കാരൊന്നുമില്ല, പക്ഷെ നല്ല ലൈറ്റ് ഉണ്ട്. ഹേർഡ് ലൈക്ക് Mumbai is lot more safer than Delhi for women. എവിടെയും സേഫ് അല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി കൊള്ളാം. ഏരിയ കൊള്ളാം. നല്ല മടിയുണ്ടായി, ഒട്ടും ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടായില്ല. പിന്നെ ഞാൻ ഓർത്ത് ഇന്നും കൂടിയല്ലേ മുംബൈയിലൊക്കെ ഇപ്പോൾ ഉള്ളൂ, അപ്പോൾ ഒന്ന് ഇറങ്ങി കറങ്ങി നടന്നിട്ട് ഉറങ്ങാമെന്ന്. ഞാൻ കുളിച്ച് റെഡിയായി പിന്നെ നടക്കാൻ ഇറങ്ങി. ചെക്കൗട്ട് 1:30-2 മണിക്കാണ്. അതിന് മുന്നേ ഹോട്ടലിൽ തന്നെ ലഞ്ചുണ്ട്. അപ്പം അതിന് മുന്നേ ഒന്ന് മുംബൈ ഒന്നും കൂടെ കാണാമെന്ന് വിചാരിച്ചു. മെട്രോ ഉണ്ടോ എന്ന് നോക്കട്ടെ അടുത്തെങ്ങാനും. എന്തൊരു മാണോ. ഞാൻ തിരിച്ച് ഹോട്ടലെത്തി. എൻ്റെ ഹോട്ടലിൻ്റെ ടോപ്പ് ഫ്ലോറിൽ വന്ന് ഇവിടെ നിന്ന് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. അബുദാബിയിൽ നിൽക്കേണ്ടിരുന്ന ഞാൻ ഇപ്പം മുംബൈയിലെ കാറ്റ് ആസ്വദിച്ചുകൊണ്ട് നിൽക്കണം. ലൈഫ് जितना भी ट्राई करो बन्नी, लाइफ में कुछ ना कुछ तो छूटेगा ही. तो जहाँ हो वहाँ का मजा लेते हैं ना. ലഞ്ച് കഴിച്ചിട്ട് ചെക്കിൻ, സെക്യൂരിറ്റി ചെക്കിങ്, ഇമിഗ്രേഷൻ ഇതെല്ലാം കഴിഞ്ഞ് ബോർഡിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. 5 മിനിറ്റിനുള്ളിൽ ബോർഡ് ചെയ്യും ഇൻഷാ അല്ലാ. ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയോ, എൻ്റെ കൂടെ തന്നെ ഫ്ലൈറ്റ് മിസ്സായ വേറെ ആൾക്കാരുണ്ട് അബുദാബിക്ക് പോകാനുള്ള. അതിൽ ഉള്ളവർ എൻ്റെ ഹോട്ടലിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തപ്പോൾ എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞാൻ പുള്ളിനോട് ഇങ്ങനെ സംസാരിച്ചു, പേരെന്താ ചോദിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ശരിക്കും കാണാൻ എൻ്റെ സുനിമാമാനെ പോലെ ഇരിക്കണേ, നമ്മുടെ എൻ്റെ ഉമ്മയുടെ ആങ്ങളെ സുനിമാമാനെ പോലെ തന്നെ ഇരിക്കണേ. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പുള്ളി അബുദാബിയിലാണ്, 30 വർഷമായിട്ട്, നാട്ടിൽ തൃശ്ശൂരാണ് വീട്, 4 മക്കൾ, മുസ്തഫ എന്ന പേര്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടി. എനിക്കിപ്പോഴും കഴിഞ്ഞ മലേഷ്യയിൽ പോയി തിരിച്ചു വന്നപ്പോഴും എനിക്ക് കണ്ണൂരുള്ള ഒരു റഷീദിനെ കിട്ടിയായിരുന്നു ഫ്രണ്ടായിട്ട്. പിന്നെ മുംബൈയിലേക്ക് വന്ന ഫ്ലൈറ്റിൽ എൻ്റെ എയർപോർട്ടിൽ എൻ്റെ അടുത്തിരുന്നത് രണ്ട് അപ്പൂപ്പന്മാരാണ്. അതിലൊരു ജുഗൽജി ഒരാളാണ്. അവർ മുംബൈയിൽ ഞാനവിടെ സ്റ്റക്കായല്ലോ, അപ്പോൾ അവർ എൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് മുസ്തഫക്ക. അങ്ങനെ ഇവർ തന്നെ എനിക്ക് റീഷെഡ്യൂൾ ചെയ്ത് തന്ന ഫ്ലൈറ്റിൽ വിൻഡോ സീറ്റ് കിട്ടി. ഞാനെടുത്തേർന്നത് വീട്ടിലായിരുന്നു. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെന്തെങ്കിലും അത്യാവശ്യത്തിനോ എന്തെങ്കിലും എമർജൻസിക്കോ ഒക്കെയാണ് യാത്ര ചെയ്യണമെങ്കിൽ ആകാശ എയർലൈൻസ് ബുക്ക് ചെയ്യരുത്.
പക്ഷേ എന്തെങ്കിലും ഇതുപോലെ എന്നെപ്പോലെ തെണ്ടിത്തിരി നടക്കാനുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലാനും ഇല്ലാണ്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു സ്ഥലവും കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം ചിലപ്പോൾ അക്കാസ എയർലൈൻസ് വഴി കിട്ടിയേക്കാം. നമ്മൾ മെയിൽ അയച്ചാൽ കോമ്പൻസേഷൻ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് സ്റ്റേ, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, റീഷെഡ്യൂൾഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതെല്ലാം എനിക്ക് കിട്ടി. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിനാണ് പോകണമെങ്കിൽ ഇതൊരു പാഠമായിരിക്കട്ടെ. ഇനിയെങ്കിലും അബുദാബി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.